എൻ്റെ പേര് ഗ്രേസി. ഞാൻ മുക്കാട്ടുകര ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 3 മക്കളാണ്. അതിൽ രണ്ടാമത്തെ മകന് അവൻ +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് അവന് വയറുവേദനയും ലൂസ് മോഷനായിരുന്നു. ആദ്യം അത് ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നത്. അവന് വയറുവേദന വന്നു കഴിഞ്ഞാൽ അവൻ ചുരുണ്ട് കൂടിയ റൂമിൽ കിടക്കുക ചെയ്യുക. പിന്നെ ഒത്തിരി നേരം ബാത്റൂമിലിരിക്കും. അവന് ക്ലാസ്സിൽ പോകാൻ പറ്റണില്ല. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചു, അവന് കുറവില്ല. ജൂബിലി മിഷനിൽ കാണിച്ചു. അപ്പോൾ അവിടെ സ്കാൻ ചെയ്തപ്പോൾ വൻകുടലിൻ്റെ അവിടെ ഒരു നീർക്കെട്ട് പോലെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ മരുന്ന് തന്നു. എന്നിട്ടും കുറവില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ അമലയിൽ കാണിച്ചു. അമലയിൽ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എന്നിട്ട് എൻഡോസ്കോപ്പി ചെയ്താലേ ക്ലിയർ ആവുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു. എൻഡോസ്കോപ്പിക്ക് ചെയ്യണേക്കാളും മുന്നേ ഞങ്ങളിവിടെ വരാനായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ വരാൻ നിന്നതാണ്. പക്ഷേ ഇവന് വയറുവേദന ഇതായിട്ട് അവന് വരാൻ പറ്റിയില്ല. എനിക്കും വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർ എനിക്ക് വെഞ്ചരിച്ച ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും പിന്നെ ഒലിവ് ഓയിലും കൊണ്ടു തന്നു. ഞാൻ ഉപ്പ് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിലിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ കിണറ്റിലത്തെ വെള്ളത്തിൽ ഉപ്പ് പ്രാർത്ഥിച്ച് അതിലിട്ടു. പിന്നെ വെളിച്ചെണ്ണ വയറുമ തൊട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഇന്ന് വരെ ഇപ്പോൾ 2 വർഷത്തോളമായി അവന് ഇന്ന് വരെ വയറുവേദനയോ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല. എൻഡോസ്കോപ്പി ചെയ്യാണ്ട് തന്നെ വേറെ മരുന്നുകളൊന്നും എടുക്കാണ്ട് തന്നെ ഈശോ അത് സുഖപ്പെടുത്തി. നല്ലൊരു കൈയോടി കൊടുത്ത് വലിയ സൗഖ്യം കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് അവൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് പഠിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. ഇത്തിരി അല്ല, നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. അവന് സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെ അത് പഠിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പരീക്ഷയിൽ +2 അവൻ തോറ്റു. എന്നിട്ട് പരീക്ഷ എഴുതുന്നതിനേക്കാളും മുന്നേ ഞാൻ അവനും കൂടിയിട്ട് ഇവിടെ വന്നു. ഒരു ഏകദിനത്തിൽ പങ്കെടുത്തു. അവൻ ഇവിടെ വന്ന് നന്നായി കുമ്പസാരിച്ചു. ആരാധനയിൽ നന്നായി പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ അവന് നല്ല മാർക്ക് നടന്ന് ഈശോ അനുഗ്രഹിച്ചു. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ വിളിച്ച് പറഞ്ഞു അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് പറയാതിരിക്കുന്ന ഗ്രേസി എന്ന മകളോട് ഈശോ എന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് പറയുന്നു. ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച 9/12/25 അച്ഛൻ വീണ്ടും വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ഈശോ നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്.